Next we can look the changing notions of history. It was suggested particularly by Western scholars that ancient India has no sense of writing history. എന്നാൽ ഇത് ശരിയല്ലായിരുന്നു. ഏൻഷ്യൻ ഇന്ത്യയിൽ റൈറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ പുരാണാസ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ദർ ആർ ഡിഫറെൻറ്റ് ഏജസ് കോൾഡ് കൃത, ത്രിത, ദ്വാപര ആൻഡ് കലി. ഈ ഏജസിലൊക്കെ ഉള്ള റൂളേഴ്സിനെ ഡൈനാസ്റ്റീസിനെ കുറിച്ചുള്ള ലിസ്റ്റുകളൊക്കെ നമുക്ക് ഉണ്ട്. ബിസൈഡ്സ് എ ലാർജ് നമ്പർ ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ഹാവ് ബീൻ ഡിസ്കവേർഡ്. അതുകൊണ്ട് തന്നെ പറയാം ഏൻഷ്യൻ ഇന്ത്യയിൽ തൊട്ട് റൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം നമുക്ക്. മോഡേൺ റിസർച്ച് ഇൻ ഏൻഷ്യൻ ഇന്ത്യ ഹിസ്റ്ററി began in 1765 when East India Company took control of Bengal and Bihar. ഹിന്ദു ലോ ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി മനുസ്മൃതിയെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബ്രിട്ടീഷേഴ്സ് മനസ്സിലാക്കി ഇന്ത്യയെ ബെറ്ററായിട്ട് റൂൾ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ സ്ക്രിപ്റ്റേഴ്സും സോഷ്യൽ സിസ്റ്റവുമൊക്കെ നല്ലവണ്ണമൊക്കെ മനസ്സിലാക്കണം എന്ന്. Christian missionaries felt the need to know more about Indian laws and customs. ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ഇൻ 1904 വിൻസെൻ്റ് എ സ്മിത്ത് റോട്ട് ഏർലി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇറ്റ് വാസ് ദ ഫസ്റ്റ് സിസ്റ്റമാറ്റിക് ഹിസ്റ്ററി ഓഫ് ഏൻഷ്യൻ ഇന്ത്യ. ഇപ്പോൾ വിൻസെൻ്റ് എ സ്മിത്തിൻ്റെ ഏർലി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അത് ഓർത്ത് വയ്ക്കുക. Indian scholars, especially those who have received Western education, were upset about the way the British were presenting Indian history to their advantage. Two notable nationalist historians were R.G. Bhandarkar and V.K. Rajwade, who reconstructed social and political history with the help of various sources. അപ്പോൾ ഈ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസിൻ്റെ നെയിംസ് ഓർത്ത് വയ്ക്കുക. There was also R.V. Kane, whose contribution is remarkable. He wrote a monumental work entitled History of Dharmashastra. ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര എന്ന അദ്ദേഹത്തിൻ്റെ വർക്കിൽ ചീഫ് എലമെൻ്റ് എന്ന് വയ്ക്കുന്നത് ഏൻഷ്യൻ ഇന്ത്യൻ സൊസൈറ്റി ആയിരുന്നു. ഏൻഷ്യൻ ഇന്ത്യൻ സൊസൈറ്റി. Another important part is the trend that developed in history writing after important. This is an important section. Many questions are coming from this part. After independence, a new trend in history writing took over. എന്തായിരുന്നു പുതിയ ട്രെൻഡുകൾ ഇൻഡിപെൻഡൻസിന് ശേഷം? നമുക്ക് നോക്കാം. There was a shift towards writing of non-political history with great emphasis on society and economy. The Wonder That Was India was one such pioneering work written by A.L. Basham. A further shift is evident in D.D. Kozambi's book An Introduction to the Study of Indian History. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. His treatment follows a socio-economic aspect of ancient Indian history. Socio-economic aspect. After him, a large number of historians followed the trend and focused on social, economic and cultural history. Their main stress was on means of production and social and economic relationship among different groups of people. ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഈ ന്യൂ ട്രെൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ച് വയ്ക്കുക. നെക്സ്റ്റ് വി ക്യാൻ ലുക്ക് ദ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. എന്താണ് തീംസ്? ഫോർ ആൻ ഓവറോൾ നോളജ് ഓഫ് ദ പാസ്റ്റ്, സ്റ്റുഡൻസ് ആർ ടു ബി മെയ്ഡ് അവെയർ ഓഫ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി കോൾഡ് തീംസ്. These themes enable us to learn about the developments in different spheres. ഏതൊക്കെ സ്ഫിയേഴ്സിലുള്ള ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് മനസ്സിലാവുന്നത്? സോഷ്യൽ, എക്കണോമിക്, റിലീജിയസ്, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ഒക്കെ പറയുവാണെങ്കിൽ, പാസ്റ്ററൽ സൊസൈറ്റി ഓഫ് ദ ഏർലി വേദിക് ഏജ് ഗോട്ട് ട്രാൻസ്ഫോംഡ് ഇൻ ടു സെറ്റിൽ അഗ്രികൾച്ചറൽ സൊസൈറ്റി ഇൻ ദ ലേറ്റർ വേദിക് പീരീഡ്. ഏർലി വേദിക് ഏജിൽ ഇടയ സമൂഹം ലേറ്റർ വേദിക് ഏജിൽ സെറ്റിൽഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ സൊസൈറ്റിയായി മാറി. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റംസും ചേഞ്ചായി. ഗോപതി എന്ന് വിളിച്ചിരുന്ന അവരുടെ കിങ്ങിനെ
പിന്നീട് സെറ്റിൽമെൻറ്റ് സൊസൈറ്റി, അഗ്രികൾച്ചർ സെറ്റിൽസ് എക്കണോമി വന്നപ്പോൾ ഭൂപതി, ലോർഡ് ഓഫ് ലാൻഡ് എന്ന് അറിയപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ സൊസൈറ്റി, ഇന്ത്യൻ ഹിസ്റ്ററിയിലെ സൊസൈറ്റിയിൽ വന്നു. In this course material, you will learn about development in the fields of art, architecture, caste system, science and economy, technology, and also about the rise and growth of various religious sects and rituals. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന യൂണിറ്റുകളിൽ ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സെക്യുലർ ലിറ്ററേച്ചർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 5 സെൻറ്റൻസ് ഓഫ് കോയിൻസ്. ഹൗ ഡസ് ആർക്കിയോളജി ഹെൽപ്പ് us ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ പാസ്റ്റ്. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് എല്ലാം ഇതിലുണ്ട്. അപ്പോൾ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കി വയ്ക്കുക, ആ പോയിൻറ്റ്സൊക്കെ ഓർത്ത് വയ്ക്കുക. ക്വസ്റ്റ്യൻസൊക്കെ വരുന്ന ചാപ്റ്ററാണ്. എല്ലാം മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു.